12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പള്ളിപ്പാന ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഭഗവത് ചൈതന്യം പള്ളിപ്പന്തലിൽ എഴുന്നള്ളിച്ച് കാപ്പ് കെട്ടിയാണ് ആചാരപരമായി പള്ളിപ്പാനയ്ക്ക് തുടക്കം കുറിച്ചത്. പള്ളിപ്പാനയുടെ 2ാം ദിനമായ ഇന്ന് ഓത്തും മുറോത്തും കൂടാതെ രക്ഷാകലശ പൂജയും നടക്കും. പള്ളിപ്പാനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ ശരകൂടത്തിലും പീഠത്തിലുമായാണ് കോയിമവടി സ്ഥാപിച്ചത്. അരമണിക്കൂറിലധികം നീണ്ട ചടങ്ങിനൊടുവിൽ കാപ്പ് കെട്ടുന്ന സമയത്ത് പള്ളിപ്പന്തലിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ടു പറന്നു. ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്ന് പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ വെച്ച കോയിമവടി കോയിമസ്ഥാനി ശ്രീകുമാർ വലിയമഠം ശ്രീകോവിലിന്റെ പടിയിൽ സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മേൽശാന്തി ബ്രഹ്മദത്തൻ നമ്പൂതിരി കോയിമവടി ബിംബത്തിൽ ചേർത്തുവെച്ച് ദേവചൈതന്യം ആവാഹിച്ച് വെള്ളിത്തളികയിൽ വെച്ച് കിഴക്കേ ആനക്കൊട്ടിലെത്തിച്ച് നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും വായ്ക്കുരവകളുടെയും അകമ്പടിയോടെ പള്ളിപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തേങ്ങാപ്പന്തവും വിത്തുവട്ടിയും കുത്തുവിളക്കും ആയി വാര്യന്മാർ അകമ്പടി സേവിച്ചു. വാളും പരിചയവുമായി കോയിമസ്ഥാനിയും അനുഗമിച്ചു. പള്ളിപ്പന്തൽ പ്രദക്ഷിണം ചെയ്തു. 5 സ്വർണ്ണക്കാപ്പുകളും ഒരു വെള്ളിക്കാപ്പുമാണ് കോയിമവടിയിൽ കെട്ടിയത്. പള്ളിപ്പാനയുടെ സമാപന ദിവസം മാത്രമാണ് ഈ കാപ്പുകൾ ഇനി അഴിക്കുന്നത്. കാപ്പുകെട്ട് കഴിഞ്ഞ ശേഷം മേൽശാന്തി അരത്തം പൂജയ്ക്ക് കോയിമവടിയിൽ തിരി ഒഴിയുകയും അക്ഷതം കൂത്താടികളുടെ തലയിലിട്ട് ഓത്തിന് അനുവാദം നൽകുകയും ചെയ്തതോടെ ദേവന്റെയും നാടിന്റെയും നാട്ടുകാരുടെയും കാലദോഷം അകറ്റാൻ പാനപ്പാട്ടിന്റെ ശീലികൾ മുഴങ്ങി. ഗണപതി സ്തുതി, ശിവസ്തുതി, കേശാദിവാദ വർണ്ണന എന്നിവയാണ് ആദ്യ ദിവസത്തെ ഓത്തിന്റെ ഭാഗമായി നടന്നത്. പകൽ ഓത്തും രാത്രിയിൽ മുറോത്തുമാണ് നടക്കുന്നത്. പള്ളിപ്പാന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഊട്ടുപുരയിൽ അന്നദാനവും വൈകുന്നേരം കിഴക്കേനടയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വികസന ട്രസ്റ്റ് വാസുദേവം ഓഡിറ്റോറിയത്തിൽ അത്താഴക്കഞ്ഞിയും ഉണ്ട്. പള്ളിപ്പാനയുടെ 2ാം ദിനമായ ഇന്ന് ഓത്തും മുറോത്തും കൂടാതെ രക്ഷകലശ പൂജയും നടക്കും. 3ാം ദിവസമായ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കോഴിയെ കുഴിച്ചിടലും ഭീഷ്മ ശരശയനവും നടക്കുന്നത്. പള്ളിപ്പന്തലിലേക്ക് കോയിമവടിയിൽ ദൈവചൈതന്യം എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ദർശനത്തിനും വഴിപാടുകൾക്കും നിയന്ത്രണങ്ങളുണ്ട്. ജനം, ആലപ്പുഴ.